അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സലഫി ഉലമാക്കളുടെ നസീഹത്ത് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ലോഗയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശുറൂത്തികളിൽപ്പെട്ട ഒരു സഹോദരൻ്റെ സംസാരം സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാൻ അവസരമുണ്ടായി. ഹിദ്മത്തു സുന്ന എന്ന പേരിൽ തുടക്കം കുറിച്ച ഒരു യൂട്യൂബ് ചാനൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ വളരെ വ്യവസ്ഥാപിതമായി ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അസ്ഹർ എന്ന വ്യക്തി ഒരുപാട് ഖിയാനത്തുകളാണ് നസീഹത്തിൻ്റെ ഭാഷയിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ചില തെറ്റിദ്ധാരണകൾ നീങ്ങാൻ വേണ്ടിയാണ്, ചില സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു മതസംഘടനയെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേട്ട ഒരുപാട് സഹോദരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് എളിയ ഈ ഒരു ശ്രമം. സഹോദരങ്ങളെ, ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ-റയീസ് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് മനസ്സിലാക്കിയത്? അക്കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അഖി അസ്ഹർ തന്നെ തുറന്നു പറയുന്നത് കാണുക. അപ്പോൾ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് വിസ്ഡം സംഘടനയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറായത്? കേരളത്തിലെ ചില സലഫി തുല്ലാബുകൾ സലഫി ഉലമാക്കളുടെ മുന്നിൽ വിസ്ഡം സംഘടനയുടെ പിഴവുകൾ, അവരുമായുള്ള സംസാരത്തിൽ, അവരുടെ മജ്ലിസുകളിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംസാരങ്ങൾക്കിടയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം സംഘടന അതിൻ്റെ അബദ്ധങ്ങളും അവരുമായി നമ്മൾ യോജിച്ച് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്, അവരുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ വിസ്ഡമിൻ്റെ പിഴവുകൾ തുല്ലാബുകൾക്ക് വിശദീകരിക്കേണ്ടി വന്നു, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള വിഷയം അടങ്ങിയിരിക്കുന്നത്. എന്താണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിക്കൊണ്ട് കേരളത്തിലെ ഈ ഒരു പ്രബോധന കൂട്ടായ്മയെക്കുറിച്ച് ഇവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? 10-20 മിനിറ്റോളം പണ്ഡിതന്മാരുടെ നസീഹത്ത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഉപദേശിച്ച അസ്ഹർ, കേരളത്തിൽ ഇവർ ആക്ഷേപം ഉന്നയിക്കുന്ന ഈ സംഘടനയ്ക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്താണ് എന്ന് അത് വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടില്ല. ആ കാര്യം അസ്ഹർ മിണ്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ് അസ്ഹർ മറച്ചു വെക്കുന്നത്? ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച, പണ്ഡിതന്മാർക്ക് വേണ്ടി ഇവർ തയ്യാറാക്കിയ ആ ഒരു എഴുത്ത് കണ്ടപ്പോഴാണ് ഇവർ അത് പറയാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ അതിൽ അവർ ഉരുണ്ട് കളിക്കുന്നു എന്ന കാര്യം, അതിൻ്റെ ഗൗരവം എനിക്കപ്പോൾ മനസ്സിലായത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്, അത് സലഫി ആകട്ടെ മറ്റു ഇതര സലഫി സംഘടനകളാകട്ടെ, അവരിൽ ആർക്കെങ്കിലും ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കാൻ കാരണമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു പിഴവ്, അത് അഖീദാപരമായ വിഷയമാകട്ടെ, മൻഹജുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിൽ വന്നുപോയിട്ടുള്ള പിഴവ് അത് പരസ്യമാക്കിയിട്ടുള്ള തിന്മയാണ് എങ്കിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ, അതിനെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കേണ്ട ആളുകൾ ആരാ? അതിൽ വിജ്ഞാനം നേടിയിട്ടുള്ള ആളുകളാണ്. മതപണ്ഡിതന്മാരുടെ ബാധ്യതയായിട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വിഷയ സംബന്ധമായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണ്. ഉണ്ട് എങ്കിൽ എവിടെയാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് തിന്മയാണ്, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പരസ്യമായിട്ടോ അതല്ലെങ്കിൽ ഏറ്റവും നല്ല നസീഹത്തോടു കൂടിയിട്ട് അത് ഉപദേശിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് അതിന് ശ്രമം നടത്തിയത്? അതൊന്നറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ രഹസ്യ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആരും കാണാതെ പാത്തും പതുങ്ങിയുമൊക്കെ നമ്മുടെ രാജ്യം വിട്ടുകൊണ്ട് ഈ രാജ്യത്തുള്ള സത്യവിശ്വാസികളായ മുസ്ലിങ്ങളെക്കുറിച്ച്, മുവഹിദുകളായ മുഅ്മിനീങ്ങളെക്കുറിച്ച് അപവാദം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ അപവാദം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗൗരവമുള്ള വാക്കുകളാണ് ശുറൂത്തികളായ ആളുകളുടെ മേൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ അത് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ രാജ്യത്തിന് പുറത്തു പോയിക്കൊണ്ട് സലഫികളായ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഇവർ ഉന്നയിച്ച ആക്ഷേപമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ
അവർ അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുതി കൊടുത്ത ആ എഴുത്താണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. 18ഓളം പേജുകൾ വരുന്ന ആ ഒരു എഴുത്ത് നമ്മളൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തോട് ഈ ശുറൂത്തികൾക്കുള്ളത് നസീഹത്താണോ അതല്ല ഖിയാനത്താണോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാകും. പണ്ഡിതന്മാർക്ക് അവർ നൽകിയ ആ ഒരു എഴുത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ എഴുത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി തയ്യാറാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ ചെറുതായി വിവരിച്ച ശേഷം വിസ്ഡം എന്ന പ്രബോധന കൂട്ടായ്മയുടെ വീഴ്ചകളെ 4 പ്രധാന വിഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് അത് സമർപ്പിക്കാനാണ് ഈ എഴുത്ത് തയ്യാറാക്കിയ സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയിൽ സമയപരിധി കാരണം കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്താതെ വേഗത്തിൽ ചില നിരീക്ഷണങ്ങൾ മാത്രം ക്രോഡീകരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിവർ പറയുന്നുണ്ട്. അതിനായി വിസ്ഡത്തിൻ്റെ ഔദ്യോഗിക മാസികയുടെ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, യൂട്യൂബ് ചാനലുകൾ അങ്ങനെ പലതും ചെറുതായി ഒന്ന് പരിശോധിച്ച് സമാഹരിച്ചെടുത്തതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നതാണ് ഇവരുടെ ആമുഖം. എന്നിട്ട് ഒന്നാമത്തെ വിഷയമായിക്കൊണ്ട് പറയുന്നത് ഇസ്ലാമിൻ്റെ വലായിൻ്റെയും ബറായിൻ്റെയും വിഷയത്തിൽ വലിയ പിഴവാണ് സലഫികൾ എന്ന് അവകാശപ്പെടുന്ന വിസ്ഡത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്ന വലാവും ബറാവും രാജ്യത്തിനകത്തുള്ള അവിശ്വാസികളായ ആളുകളോട് വിസ്ഡത്തിലെ സലഫികൾ എന്ന് അവകാശപ്പെടുന്നവർ കാണിക്കുന്നില്ല എന്നതാണ് ഒരു കംപ്ലൈൻറ്റ്. എന്താ സഹോദരങ്ങളെ ഇതിനൊക്കെ പറയുക? എന്നിട്ട് ഈ ആരോപണം സ്ഥാപിക്കുന്നതിന് വേണ്ടി 2019 സെപ്റ്റംബർ 14 പുറത്തിറങ്ങിയ നേർപ്പദം വാരികയിലെ ഇസ്ലാമും മാനവ സൗഹാർദ്ദവും എന്ന തലക്കെട്ടിൽ TK അഷ്റഫ് സാഹിബ് എഴുതിയ ഒരു ലേഖനത്തിലെ ഉദ്ധരണി അറ്റാച്ച് ചെയ്തു കൊടുക്കുകയാണ്. ആ ലേഖനത്തിലെ ഭാഗം അറബിയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടാണ് ഇവർ നൽകിയത്. അത് ഈ ഭാഗമാണ്: സ്വന്തം മതതത്വങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം ഇതര മതസ്ഥരോട് നല്ല നിലയിൽ വർത്തിക്കുവാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വിരുദ്ധ ആശയങ്ങളെ യോജിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ ഒന്നാവുകയല്ല, മൂന്നാമതൊന്ന് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക. പരസ്പര സ്നേഹത്തിനും സഹകരണത്തിനും ആദർശ വ്യത്യാസം തടസ്സമായി കൂടാ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും വെറുപ്പും പ്രകടിപ്പിക്കേണ്ട ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലുള്ള വലാവും ബറാവും വിസ്ഡം പരിഗണിക്കുന്നില്ല എന്നതാണ് ഈ ശുറൂത്തികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരോപണം. ഇതുപോലെ വേറെയും നേർപ്പദത്തിലെ ഉദ്ധരണികൾ എടുത്തു കാണിച്ചുകൊണ്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നതിനെയും രാജ്യവാസികളെ സ്നേഹിക്കുന്നതിനെയുമൊക്കെ ഇസ്ലാമിൻ്റെ ഇസ്ലാഹയായ അർത്ഥങ്ങളിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ആരാണ് ഇതെല്ലാം പറയുന്നത്? സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്കെതിരിൽ വലാവ് പരിഗണിക്കാതെ ശാപപ്രാർത്ഥന നടത്തിയ ടീമുകളാണ് വലാവും ബറാവും പരിഗണിക്കുന്നില്ല എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനും ഹദീസുകളും മുമ്പിൽ വെച്ചുകൊണ്ട് സലഫി ഉലമാക്കളുടെ അധ്യാപനങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ എൻ്റെ ദൗത്യം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം നമ്മൾ ഈ ശുറൂത്തികൾ എഴുതി തയ്യാറാക്കിയ എഴുത്താണ് ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. ആ എഴുത്തിൽ നമുക്ക് കാണാം ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുള്ള, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രസംഗങ്ങളിലൂടെ, ഗ്രന്ഥരചനകളിലൂടെ, ഓൺലൈൻ ദേവാ സംരംഭങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ തനതായ ആശയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി എത്രയോ വിജ്ഞാന സദസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഈ ഉള്ളവൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ജിഹാദ് ഒരു ഭീകര കഥയല്ല എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ചെറിയ ഒരു ഭാഗം ഭാഷാന്തരം ചെയ്തുകൊണ്ട് ജിഹാദിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെ അകറ്റാൻ വേണ്ടി അബ്ദുൽ ജബ്ബാർ മദീനി ഹഫിളഹുള്ള അദ്ദേഹം സംസാരിച്ച ആ പ്രസംഗത്തിൽ നിന്നും നിലവിലെ സാഹചര്യവും ജിഹാദ് ത്വലബ് അഥവാ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണാത്മകമായ ജിഹാദ് അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ നിലവിലൊരു ആവശ്യമായി വരുന്നില്ല എന്നതിനെക്കുറിച്ച് വിശദീകരിച്ചതിൽ നിന്ന് ഈ ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജിഹാദ് അത് എന്നേക്കുമായി ഇസ്ലാമിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന ഒരു അവസ്ഥ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ പ്രസംഗം കൊണ്ടുണ്ടാകും എന്നാണ് ഇവരുടെ മറ്റൊരു കംപ്ലൈൻറ്റ്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനിലെ പണ്ഡിതന്മാർ അവർ ആളുകളെ തെറ്റായ ദിശയിലേക്കാണ് നയിക്കുന്നത് എന്നതാണ് ഈ ശുറൂത്തികൾ വാദിക്കുന്നത്. ഇനിയോ നമുക്കവരുടെ എഴുത്തിൽ കാണുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ സ്റ്റോം എന്ന ഒരു സ്വതന്ത്ര യൂട്യൂബ് ചാനലിൽ
നാം ഇന്ത്യക്കാർ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സംസാരിച്ച വിഷയം, അതിൽ നമ്മൾ ഇന്ത്യക്കാർ ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ നേർപ്പദം വാരികയിൽ വന്ന ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ലേഖനം ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എഴുതിയ വരികളിൽ, അതായത് ഇന്ത്യൻ ജനാധിപത്യം താഗൂത്താണെന്നും അതിനോട് സഹകരിക്കൽ താഗൂത്തിനോട് രാജിയാവലാണെന്നും അതിൽ നിന്ന് സഹായം സ്വീകരിക്കൽ താഗൂത്തിൽ നിന്ന് സഹായം സ്വീകരിക്കലാണെന്നുമുള്ള വിഷലിബ്ധങ്ങളായ വാക്കുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ ആ ഭാഗം. ഇതൊക്കെ സഹോദരങ്ങളെ, മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ വ്യതിചലിച്ചു പോയിട്ടുള്ള അത്തരം കക്ഷികൾക്കാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഏറെ മനപ്രയാസമുണ്ടാക്കിയിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് അത് ശുറൂത്തികൾക്കാണ് ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ മനസംഘർഷം ഉണ്ടാക്കുന്നത് എന്ന് അത് വ്യക്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫാഷിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി നമ്മുടെ വോട്ട് അത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പ്രേരണ നൽകിയ ലേഖനങ്ങളുണ്ട്. അതെല്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സലഫിയത്തിൽ നിന്നുള്ള വ്യതിയാനമായിക്കൊണ്ടാണ് ഈ ശുറൂത്തുകളിലെ അഹിമാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ സഹോദരങ്ങളെ, പ്രൊഫഷണൽസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൊഫൈസ് അഥവാ പ്രൊഫഷണൽസ് ഫാമിലി കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. 2023 ജനുവരി 28 വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച പ്രൊഫൈസിൽ അൺബോക്സിംഗ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ പങ്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വർഷത്തിൽ ഇന്ത്യയിലെ സുമനസ്സുകളുടെ പ്രതീക്ഷ എന്താണ്, ഇതൊക്കെയാണ് അന്ന് ആ ഒരു ചെറിയ പ്രോഗ്രാമിൽ പ്രൊഫൈസിൽ നടന്ന ആ ഒരു ചെറിയ ഭാഗത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ആ വിഷയം കൈകാര്യം ചെയ്തത് മീഡിയ വൺ ചാനലിലെ നിഷാദ് റാവുത്തറും അതുപോലെ മുമ്പ് കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഡോക്ടർ സെരിൻ പി, അദ്ദേഹം KPCCയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ചാനലിലെ നിഷാദ് റാവുത്തറും മുസ്ലിം അല്ലാത്ത ഒരു സെക്കുലറായ ഒരു രാഷ്ട്രീയക്കാരനായ ഡോക്ടർ സരിനുമൊക്കെ വേദി കൊടുത്ത ആ വിസ്ഡം ഇസ്ലാമികമായിട്ട് വഴിപിഴവാണ് അവിടെ കാണിച്ചു കൊടുത്തിട്ടുള്ളത് എന്നതാണ് ഈ ശുറൂത്തികൾ അവരുടെ എഴുത്തിലൂടെ വാദിക്കുന്നത്. ഇനി ഇതുപോലെ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച കേരള യൂത്ത് കോൺഫറൻസിൻ്റെ തീം സോങ് ഉണ്ട്. നേർപ്പദം വാരികയിൽ വന്ന പ്രകോപനങ്ങളെ അതിജയിക്കുക എന്ന ലേഖനത്തിലെ ഇന്ത്യയിലെ മതേതരത്വം വിശദീകരിച്ച ലേഖനങ്ങളുണ്ട്. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ് എന്ന പേരിൽ രചിച്ച ഒരു കവിതയിൽ ഇവിടെ ജനിച്ച എല്ലാവരും ഇന്ത്യക്കാരാണ്, ഈ എല്ലാ മതവിഭാഗങ്ങളും താമസിക്കുന്ന ഒരു പൂങ്കാവാണ് ഇന്ത്യ എന്ന അർത്ഥം വരുന്ന ഒരു കവിതയുണ്ട്. ഒരു രാജ്യത്തെ അങ്ങനെ പ്രശംസിക്കാൻ പാടില്ല, ഒരു ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്തെ അങ്ങനെ പ്രശംസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വിസ്ഡത്തിൻ്റെ പല പ്രോഗ്രാമുകളിൽ അവരുടെ ഭൂതക്കണ്ണാടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ഭാഗങ്ങളെയൊക്കെ ഒപ്പി അടർത്തിയെടുത്തു പല കാര്യങ്ങളും അവർ ആ എഴുത്തിലൂടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ. എന്നിട്ട് ആ എഴുത്തുകൾ അവതരിപ്പിക്കുകയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആകത്തുക ഇതൊക്കെയാണ് എന്ന് ഈ വിസ്ഡം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിത്രമാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാരുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ശുറൂത്തികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ ആരോപണങ്ങളായി ഉന്നയിച്ച സിംഹഭാഗങ്ങളും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇസ്ലാമിനും മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനുമൊക്കെ ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് ഈ ശുറൂത്തികൾ വളരെ സാഹസപ്പെട്ടുകൊണ്ട് അറബ് നാടുകളിലെ പണ്ഡിതന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാം ചെയ്തിട്ട്, അതായത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തുള്ള അവിശ്വാസികളായ ആളുകളെ സഹോദരങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെയോ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള മതേതരത്വത്തെയോ ഒക്കെ നമ്മൾ ഒരു നല്ല കാര്യമായിട്ട് പ്രശംസിക്കുന്നത്, ഇതെല്ലാം ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന അതിതീവ്രമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഈ ശുറൂത്തി സഹോദരൻ വളരെ നസീഹത്തോടു കൂടി നമ്മോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഭാഗം അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അഹ്ലുസുന്നയുടെ അഖീദയിൽ മൻഹജിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള ഒരു സംഘടനയാണ് എങ്കിൽ അതിൻ്റെ മുന്നിൽ അതിൻ്റെ പതാകവാഹകനായി ഈയുള്ളവനുണ്ടാകും. സലഫി ദഅവത്ത് സലഫി പണ്ഡിതന്മാരിൽ നിന്ന് എൽമ പഠിച്ചിട്ടുള്ള ഏതൊരാളും നിലയുറപ്പിക്കും. പക്ഷേ സഹോദരങ്ങളെ, വിസ്ഡം പഠിപ്പിക്കുന്നത് സലഫിയത്താണ് എങ്കിൽ അതിൻ്റെ പതാകവാഹകനായി ഞാൻ മുമ്പിലുണ്ടാകും എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്ത് വലാ ബറാ പോലെയുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ അഖീദയും സലഫിയത്തും തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ടിറങ്ങാത്ത അവസ്ഥയിലുള്ള വ്യക്തിയാണ് ഈ സഹോദരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആദർശവും വിശ്വാസവും ഒക്കെ വെച്ചു പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ദഅവാ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കൂട്ടായ്മ.
അതുകൊണ്ട് ഇസ്ലാമിനും സമൂഹത്തിനും ഉപദ്രവം വരുത്തുന്ന താങ്കളുടെ കൈകളിലുള്ള ആ ഒരു പതാക തൽക്കാലം അത് അവിടെ തന്നെ വെച്ചേക്കൂ. അള്ളാഹു നമുക്ക് ഏവർക്കും സൽബുദ്ധി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.